ഈ കഥ നടക്കുന്നത് സോവിയറ്റ് യൂണിയനിലാണ് 1946-ൽ. കുറച്ചു കുട്ടികൾ ഒരു പയ്യനെ ഓടിച്ചിടുന്നുണ്ട്. ആ പയ്യൻ ഓടി ഒളിക്കുമ്പോൾ അവരിൽ നിന്നും അവനെ ഒരു പെൺകുട്ടി രക്ഷിക്കുന്നു. അവർ പോയതിനു ശേഷം ഈ പയ്യൻ വരുമ്പോൾ നീ എന്താ പ്രതികരിക്കാത്തത് എന്നും എപ്പോഴും ഞാൻ ഉണ്ടാകില്ല എന്നും ആ പെൺകുട്ടി പറയുന്നു. അപ്പോൾ അവരെ ഞാൻ അടിക്കാത്തത് പേടിച്ചിട്ടല്ല, അടികൊണ്ട് അവർക്കെന്തെങ്കിലും പറ്റിയാലോ എന്ന് ആലോചിച്ചിട്ടാണ് എന്നും പറഞ്ഞ് ആ പയ്യന്റെ ശക്തി കാണിക്കുന്നുണ്ട്. ആ പയ്യന്റെ പേര് സോൽനിഷ്ക എന്നാണ്. ആ പെണ്ണിന്റെ പേര് സെറ്റ്ലാന എന്നുമാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട്സ് ആണ്. അതിൽ സോവിയറ്റ് യൂണിയനിനെ സഹായിക്കാൻ ഇപ്പോൾ ഒരു ഏലിയൻ ടൈപ്പ് ശക്തനായ ആളുണ്ടെന്നും അത് വെസ്റ്റേൺസിനെതിരെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു വെപ്പണാണെന്നുമാണ്. ഈ ഫുട്ടേജസ് കണ്ടാൽ തന്നെ അറിയാം ഇത് സൂപ്പർമാൻ ആണെന്നും. പക്ഷേ ഇവിടുത്തെ സൂപ്പർമാൻ ഒരു പ്രത്യേകതയുണ്ട്. തൻ്റെ സ്യൂട്ടിൽ എസ് സിമ്പിൾ അല്ല, പകരം കമ്മ്യൂണിസ്റ്റ് സിമ്പിളാണ്, അതായത് സോവിയറ്റ് യൂണിയൻ സിമ്പിൾ. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്, ഇത് നമ്മളുടെ യൂണിവേഴ്സിലെ സൂപ്പർമാൻ അല്ല, പകരം മറ്റൊരു യൂണിവേഴ്സിലെ സൂപ്പർമാനാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് റെഡ് സൺ സൂപ്പർമാൻ എന്നുള്ള 2020 ഇറങ്ങിയ ഒരു മൾട്ടിവേഴ്സൽ സൂപ്പർമാൻ്റെ സ്റ്റോറി ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ആ മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. സോ ബാക്ക് ടു സ്റ്റോറി. അപ്പോൾ നേരത്തെ പറഞ്ഞ TV റിപ്പോർട്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ലെക്സ് ലൂതറിനെയും അയാളുടെ ഭാര്യ ലോയിസ് ലെയ്നിനെയുമാണ് കാണിക്കുന്നത്. ഇത് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ നാടായ മെട്രോപോളിസിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനിൽ ഒരു വലിയ ഡാം പണിയുകയും അതിൽ സൂപ്പർമാൻ്റെ പങ്ക് പറഞ്ഞ് പ്രശംസിക്കുകയാണ് അവിടുത്തെ പ്രീമിയർ സ്റ്റാലിൻ. അതിനുശേഷം മെട്രോപോളിസിലേക്ക് ഒരു മീറ്റിയോർ വരികയും അത് സോവിയറ്റ് സൂപ്പർമാൻ തടയുകയും സോവിയറ്റ് യൂണിയനിൻ്റെ ശത്രു സിറ്റിസൺസ് അല്ല എന്നും അവിടുത്തെ ഗവൺമെൻറ്റും അവരുടെ നയങ്ങളും നിയമങ്ങളുമാണ് എന്നുമെല്ലാം സൂപ്പർമാൻ അവിടുത്തെ ജനങ്ങളോട് പറയുന്നു. അതിൻ്റെ ഇടയിൽ ലോയിസ് ലെയ്ൻ ഒരു ഇൻ്റർവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചു. പറ്റില്ല എന്നും TV ചാനൽസ് വാക്കുകൾ വളച്ചൊടുക്കുകയും എന്നും പറഞ്ഞ് സൂപ്പർമാൻ അവിടെ നിന്ന് പോയി. അന്ന് തന്നെ നൈറ്റ് ടൈമിൽ ലോയിസ് ലെയ്നെ പേഴ്സണലായി വന്ന് സൂപ്പർമാൻ മീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് പ്രീമിയർ സ്റ്റാലിൻ വളരെ സാധാരണക്കാരെ തടവിൽ വെച്ചിരിക്കുകയാണെന്നും അവരെ അവിടെ കൊല്ലുകയും ചെയ്യുന്നു എന്ന സത്യം സൂപ്പർമാനെ ലോയിസ് തെളിവ് സഹിതം കാണിക്കുന്നത്. അത് കണ്ട് സൂപ്പർമാൻ പോയത് ആ ജയിലിലേക്ക് ആണ്. അവിടെ പോവുകയും അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കുകയും ചെയ്തു. അവിടെ തൻ്റെ കളിക്കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പ്രീമിയർ സ്റ്റാലിൻ്റെ അടുത്തേക്ക് പോവുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ സ്റ്റാലിൻ ഇത് രാജ്യത്തെ വളർത്താനാണെന്നും ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നും സാധാരണക്കാർ രാജ്യത്തിന് ആവശ്യമില്ല എന്നും പറയുന്നു. അപ്പോൾ തന്നെ സൂപ്പർമാൻ തൻ്റെ ഹീറ്റ് വിഷൻ പവർ ഉപയോഗിച്ച് സ്റ്റാലിനെ കത്തിച്ചു കളയുന്നു. ഇത് കണ്ട് അവിടെ വന്ന ഗാർഡ്സ് തൻ്റെ മുമ്പിൽ മുട്ടൂത്തി നിൽക്കുകയും ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും സൂപ്പർമാനോട് ചോദിച്ചപ്പോൾ ഇനിയാണ് ഞാൻ ചെയ്തു തുടങ്ങുന്നതെന്നും പറയുന്നു. സ്റ്റാലിൻ മരണപ്പെട്ട വിവരം ലോകമെമ്പാടും അറിയുകയും ലെക്സ് ലൂതർ അത് പ്ലാൻ ചെയ്തത് തന്നെയാണ് ലോയിസിൻ്റെ കയ്യിൽ സ്റ്റാലിനെതിരായ ഫയൽസ് കൊടുത്തതെന്നും പറയുന്നു. മെട്രോപോളിസിൽ വീഴാൻ പോയ മീറ്റിയോറിൽ നിന്നും സൂപ്പർമാൻ്റെ DNA സാമ്പിൾ ലെക്സ് എടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സോവിയറ്റ് യൂണിയനിൻ്റെ ഭരണം സൂപ്പർമാൻ ഏറ്റെടുക്കുകയും കൊറിയ അറ്റാക്ക് ചെയ്യുന്നതുമാണ്. അവിടെയുള്ള എല്ലാ ഫോഴ്സിനെയും കൊന്ന് കൊറിയ കീഴടക്കിയ സൂപ്പർമാൻ പറയുന്നത് കൊറിയയെ ഞങ്ങൾ രക്ഷിക്കുകയാണ് എന്നതാണ്. പിന്നെ ഈ ഫ്രീഡം കൊറിയയ്ക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം ഉള്ളതാണെന്നും പ്രസ് മീറ്റിൽ സോവിയറ്റ് സൂപ്പർമാൻ പറയുന്നു. ലെക്സും ലോയിസും ഒക്കെ കൂടെ പ്രസ് മീറ്റിന് പോവുകയും അവിടെ വെച്ച് എല്ലാവരുടെയും മുൻപിൽ സൂപ്പർമാനെ എതിർക്കാനായിട്ട് അമേരിക്കയ്ക്കും ഇനിയൊരു വെപ്പൺ ഉണ്ടെന്നും അതാണ് സുപ്പീരിയർ മാൻ എന്നും പറയുന്നു. ഈ സുപ്പീരിയർ മാൻ്റെ നെഞ്ചിൻ്റെ അവിടെയുള്ള സിമ്പിൾ US എന്നാണ്, അതായത് അമേരിക്കയുടെ സിമ്പിൾ. ലെക്സ് ലൂതർ ഇതിനെ അമേരിക്കാസ് സുപ്പീരിയർ മാൻ എന്നും പറഞ്ഞാണ് വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം സോവിയറ്റ് യൂണിയനിലെ ഒരു ഒക്കേഷനാണ് കാണിക്കുന്നത്. അവിടെ സൂപ്പർമാൻ വണ്ടർ വുമണിനെ ഹൈറ്റ് ഡാൻസ് കളിക്കുന്നു. അവിടെ വെച്ച് അവർ പരസ്പരം മനസ്സിലാക്കുകയും തമ്മിലറിയുകയും ചെയ്യുന്നു. അവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. ബട്ട് സൂപ്പർമാൻ ഡയാനയോട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് വേൾഡ് ഒരു ബെറ്റർ പ്ലേസ് ആക്കാമെന്ന് പറയുന്നു. അവിടെ നിന്ന് വണ്ടർ വുമൺ പോകുന്നതിന് തൊട്ട് മുമ്പ് അമേരിക്കയുമായുള്ള പ്രശ്നത്തിൽ താൻ ഇടപെട്ട് സോൾവ് ആക്കണോ എന്ന് ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് സൂപ്പർമാൻ പറഞ്ഞ് ആ ഓഫർ നിരസിക്കുന്നു. ആ ടൈമിൽ ലെക്സ് സുപ്പീരിയർ മാനെ അയക്കുന്നു സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യാൻ. ഒരു വലിയ ഫൈറ്റിന് ശേഷം സുപ്പീരിയർ മാൻ മരിക്കുന്നു. മരിക്കാനുള്ള പ്രധാന കാരണം ലെക്സ് തന്നെയാണ്. കാരണം ലെക്സ് സൂപ്പർമാനെ ആയിട്ട് തോൽക്കാതിരിക്കാൻ വേണ്ടി സുപ്പീരിയർ മാൻ്റെ ശക്തിയുടെ സോഴ്സ് കൂട്ടിക്കൊണ്ടേയിരുന്നു. പവർ താങ്ങാനാവാതെ സുപ്പീരിയർ മാൻ നശിച്ചു പോകുന്നു.
ഇത് ലെക്സ് പ്രതീക്ഷിച്ചതാണെന്നും സൂപ്പർമാനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ആണ് ലോയിസ് ലെയ്നിനോട് പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ഒരു വ്യക്തി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ പറയുന്നത്, നമ്മൾ ഇനി പീസിലായിരിക്കും, കാരണം ഇവിടെ ബെർലിൻ വാൾ വന്നു എന്ന്. അവരുടെ ബോർഡറിൽ ഒരു പുതിയ വലിയ മതിൽ പണിയുന്നത് കാണാം. അത് കമ്മ്യൂണിസ്റ്റിന്റെ വ്യാപകത്തെ തടയാനാകുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ സൂപ്പർമാൻ വന്ന് ആ വലിയ മതിൽ പൊളിക്കുകയും സിറ്റിസൺസിന് ഫ്രീഡം തരാതിരിക്കാൻ വേണ്ടിയാണ് ഈ മതിൽ ഇവിടെ കെട്ടുന്നതെന്നും പറഞ്ഞ് അത് മൊത്തം നശിപ്പിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു ന്യൂ വില്ലൻ വരുന്നതാണ്. വേറെ ആരുമല്ല, അത് ബ്രെയിനിയാക്കാണ്. തൻ്റെ ഷിപ്പ് കൊണ്ട് ഒരു സിറ്റി തന്നെ ഷ്രിങ്ക് ചെയ്ത് എടുക്കുകയും അതുകൊണ്ട് പോകാൻ ശ്രമിച്ച ബ്രെയിനിയാക്കിന്റെ ഷിപ്പിനെ സൂപ്പർമാൻ തകർക്കുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് 1966 മോസ്കോയിലെ ദ പീപ്പിൾസ് മ്യൂസിയമിൽ സൂപ്പർമാൻ ചെയ്തതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ബ്രെയിനിയാക്ക് നടത്തിയ അറ്റാക്കിനെ കുറിച്ചും സ്റ്റാലിൻഗാർഡ് എന്ന ആ സിറ്റി ഇപ്പോൾ മിനിയേച്ചർ സൈസിലാണെന്നും അവരുടെ പ്രീമിയറായ സൂപ്പർമാൻ അത് റീസ്റ്റോർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കൊണ്ട് സൂപ്പർമാൻ ബ്രെയിനിയാക്കിനെ റീപ്രോഗ്രാം ചെയ്തു. ഇപ്പോൾ അത് നാഷണലിനെ സെർവ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ക്രീച്ചർ ആണ്. പോവർട്ടി, ഡിസീസും എല്ലാം ഇപ്പോൾ കുറവാണ് എന്നും കാർമാക്സ് കണ്ട ബ്യൂട്ടിഫുൾ ഫ്യൂച്ചറിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും മ്യൂസിയമിലെ വിസിറ്റേഴ്സിനോട് പറയുന്നു. അതിൻ്റെ ഇടയിൽ അവിടുത്തെ സ്പീക്കറിൽ കൂടെ ആരോ പറയുന്നു, ഇതെല്ലാം ഫേക്ക് ആണെന്നും നമ്മൾ അവൻ്റെ കൂട്ടിലെ മൃഗങ്ങളാണെന്നും ഫ്രീഡം വേണമെങ്കിൽ ഈ സിസ്റ്റം തകരണം എന്നും പറഞ്ഞ് അതുകൊണ്ട് ഈ മ്യൂസിയം 10 മിനിറ്റിൽ ബ്ലാസ്റ്റ് ആകുമെന്നും പറയുന്നു. പറഞ്ഞ ഉടനെ തന്നെ ബിൽഡിംഗ് ബ്ലാസ്റ്റ് ആവുന്നു. 10 മിനിറ്റ് എന്നാണല്ലേ പറഞ്ഞത്, ഉദ്ദേശിച്ചത് 10 സെക്കൻഡ്സ് എന്നായിരുന്നു എന്ന് പറയുന്നു. ഇത് വേറെ ആരുമല്ല, ബാറ്റ്മാൻ ആണ്. നമ്മളുടെ സൂപ്പർ ഹീറോസായ സൂപ്പർമാൻ, വണ്ടർ വുമൺ, ഇപ്പോൾ ബാറ്റ്മാനും എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഇനി ഏതൊക്കെ സൂപ്പർ ഹീറോസ് വരാനുണ്ടെന്നും അവരെല്ലാം ഈ യൂണിവേഴ്സിൽ നല്ലവരാണോ അല്ലയോ എന്നെല്ലാം നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. നെക്സ്റ്റ് പാർട്ട് മിസ് ചെയ്യാതെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബാറ്റ്മാൻ ഇനി എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ടിൽ ദെൻ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ ബിൽസ് മീഡിയ.